ഉത്തരേന്ത്യയിൽ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും ഹിമാചൽ പ്രദേശിൽ 6 പേർ മരിച്ചു. ദേശീയപാതകളിലടക്കം ഗതാഗതം സ്തംഭിച്ചു. മണ്ടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. മൺസൂണിന്റെ ഭാഗമായി പതിയെ തുടങ്ങിയ മഴ വളരെ പെട്ടെന്നാണ് പേമാരിയായി പെയ്തിറങ്ങിയത്. ഹിമാചൽ പ്രദേശിലെ മണ്ടിയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായി. ഇതേ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കുതിച്ചുവന്ന മലവെള്ളപ്പാച്ചിലിൽ റോഡുകൾ ഒഴുകിപ്പോയി. മലയിൽ നിന്ന് മണ്ണും കല്ലും പതിച്ച് നിരവധി റോഡുകൾ തകർന്നു. വെള്ളത്തിന്റെ ശക്തിയിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. ഹിമാചലിൽ മാത്രം 2 ദേശീയപാതകൾ തകർന്നു. 124 റോഡുകൾ താറുമാറായി. രക്ഷാപ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചു. റോഡിന്റെ 2 വശങ്ങളിൽ നിന്നും അപകട സ്ഥലങ്ങളിലേക്ക് എത്താനാകാത്ത സ്ഥിതിയുണ്ടായി. തണ്ട മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് വെള്ളം ഇരച്ചുകയറി. ഗതാഗതം സ്തംഭിച്ചതിനെ തുടർന്ന് മണ്ടി മണാലി ദേശീയപാതയിൽ 7 മൈൽ ദൂരത്തിലാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. हमारे 303 जो है जानवर हैं उनका नुकसान हुआ है और इसके साथ साथ जो शॉप्स हैं, काउशेड्स हैं, घर हैं, इनमें के भी डैमेज की सूचना है क्योंकि ये रिपोर्ट आने में थोड़ा समय लग रहा है. अभी तक लगभग पिछले 3 दिनों में 3 करोड़ के आसपास का लॉस का अनुमान है. ജമ്മു കശ്മീരിലും മഴ വ്യാപക നാശമാണ് വിതച്ചത്. റംബാൻ ജില്ലയിലും ഹർണിനല്ലയിലും മഴവെള്ളം കുത്തിയൊലിച്ചു വന്നു. കനത്ത മണ്ണിടിച്ചിലാണ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ റംബാൻ സെക്ടറിൽ ഉണ്ടായത്. ഇതേ തുടർന്ന് ഉധംപൂരിൽ ചരക്ക് ലോറികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങി. ശ്രീനഗറിൽ ഇടിയോടുകൂടിയ കനത്ത മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. ജമ്മു കശ്മീരിന്റെ പല മേഖലകളിലും ഇപ്പോഴും മഴ തുടരുകയാണ്. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലും ഗുജറാത്തിലെ ആരവല്ലിയിലും അടക്കം കനത്ത മഴയാണ് 24 മണിക്കൂറിനിടെ പെയ്തത്. ഡൽഹിയിലും ഹരിയാനയിലും ശക്തമായ മഴ അനുഭവപ്പെട്ടു. ഡൽഹിയിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മഴയെ തുടർന്ന് ഹരിയാനയിൽ കാർ ഒലിച്ചുപോയി. മഹാരാഷ്ട്രയിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. മുംബൈ നഗരത്തിൽ 24 മണിക്കൂറിനിടെ 31 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. നഗരത്തിന്റെ കിഴക്കൻ മേഖലകളിൽ 51 മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തു. പെട്ടെന്ന് പെയ്ത മഴയിൽ മുംബൈ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. സബ്വേകളിലടക്കം വാഹനങ്ങൾ കുടുങ്ങി. മൺസൂൺ കരുത്താർജിച്ചതോടെ വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിലും മുംബൈയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഒരാഴ്ചയിലേറെയായി കനത്ത മഴ പെയ്ത അസമിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ബാർപേട്ടയിൽ വെള്ളക്കെട്ട് തുടരുകയാണെങ്കിലും ശക്തമായ മഴ ശമിച്ചത് സ്ഥിതി മെച്ചപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള.